എനിക്കൊരു ഡെബ്യൂ മാത്രം നടത്തിയ പോരാ, പക്ഷേ ടീമിൽ സ്ഥിരം പ്ലെയറായി വളരണം. പിന്നെ ടീമിനെ ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു കഴിവ് എൻ്റെ അകത്തുണ്ടെന്ന് പുറത്തെടുക്കണമെന്നാണ് എപ്പോഴും ഒരു വിശ്വാസം, ആഗ്രഹം. എന്തായാലും ആ ഒരു കഴിവ് പുറത്തെടുക്കാൻ സംഭവം കഴിയട്ടെ. ഇന്ത്യൻ ടീമിലെ സ്ഥിരാംഗമാകട്ടെ. എല്ലാ ആശംസകളും. സഞ്ജു. സ്ഥലം വിഴിഞ്ഞം. ഡൽഹി പോലീസ് കടയിക്കുളം. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ട്രയൽസിൽ അവസരം കിട്ടിയ സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് പരിചയപ്പെടുത്തിയ സഞ്ജു വലിയൊരു ഓപ്പർച്യൂണിറ്റിയായിട്ടാണ് കാണുന്നത്. ഇത്രയും ചെറിയ വയസ്സിൽ വലിയ പ്ലേയേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അവിടുത്തെ പ്ലേയേഴ്സിനൊപ്പം നിൽക്കാനായിട്ട് ഭാഷയും കാര്യങ്ങളൊക്കെ അറിയാം. എങ്ങനെയും അതൊക്കെ പരിപാടി. ഭാഷ എനിക്ക് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ബിജു ജോർജിന് കീഴിൽ പരിശീലനകാലം. മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ സ്ഥിരമായി പ്രാക്ടീസ്. നിങ്ങൾക്ക് ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഇന്ത്യൻ ടീമിൽ വളർത്തുന്നതാണ് തീർച്ചയായിട്ടും റോൾ മോഡലാക്കി നോക്കുന്നത്. IPL കഴിഞ്ഞ വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ രാഹുൽ സാറിനെ പരിചയപ്പെട്ടു. രാഹുൽ സാറും ലക്ഷ്യമാണ്. ക്രിക്കറ്റിനപ്പുറം ചിരി കലർന്ന ലക്ഷ്യങ്ങൾ. എനിക്ക് പഠിത്തത്തിൽ IAS അച്ചീവ് ആഗ്രഹമുണ്ട്. അതിനോട്ടാണ് ഇനി മുമ്പ്. കോളേജിൽ പോയിട്ട് ഒരു വർഷമായെന്ന് തോന്നുന്നു. ലാസ്റ്റ് ഇയർ ആയി കോളേജ്. പരീക്ഷ എങ്ങനെയെങ്കിലും എഴുതിയെടുക്കണം. എപ്പോഴാണെന്ന് അറിഞ്ഞൂടാ, പക്ഷേ വിടത്തില്ല. ചിലപ്പോൾ ഓർമ്മ വരാറുണ്ടോ എനിക്ക് ഓർമ്മ വരാറുണ്ട്. ഇഷ്ടമല്ല. എനിക്ക് ഫ്രണ്ടിലെന്താണ് എൻ്റെ പ്രസന്റിലെന്താണ് കാര്യങ്ങൾ അതെനിക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നു. ഇന്ത്യൻ ടീമിൽ വെളിയെത്തി അരങ്ങേറി. സന്തോഷം എന്ന് വെച്ചാൽ ഒരു നല്ല ഇതുവരെ തോന്നാത്തുള്ള ഒരു ഫീലാണ് ഇപ്പോൾ ഇതുവരെ. പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ. പേരും സ്ഥലവും പറഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിൽ നമ്മളെ പരിചയപ്പെടുത്തിയ പയ്യൻ. ആ പേര് ഇന്ന് ലോക ക്രിക്കറ്റിലെ വിസ്മയങ്ങളുടെ നിരയിലാണ്. സഞ്ജു സാംസൺ എന്ന പേര് കാണാതെ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു